അല്ല, അത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നേ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM-ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. മരവിപ്പിച്ചെന്ന് പറയുന്ന തീരുമാനം എന്താ? ഇത് എന്ന് മുതലെടുത്ത തീരുമാനങ്ങളാണിത്. മുഴുവൻ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവിടുത്തെ ഫിനാൻസിൻ്റെ അനുമതിയോടുകൂടി എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2024 തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. 2024 അതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്, ഞങ്ങളല്ല ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയണത്? അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങളതിൻ്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്. ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ. ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. വേറെ ചോദിക്കും. അല്ലെന്നേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെൻ്റ് വെച്ചു. അതിൻ്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ബാധിക്കാതെ. ഇപ്പം NEP-യെ കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ NCERT-ആണ് കൊടുക്കുന്നത്. 40 വിഷയങ്ങൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NEP നേരത്തെ അങ്ങനെ തന്നെയാണ് നേരത്തെ നടപ്പാക്കി തുടങ്ങി NEP-യുടെ. അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെൻ്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചതാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെൻ്റ് വെച്ചതാണ്. ഞാൻ ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെൻറ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിൻ്റായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകളും ഒപ്പുവെച്ചു. അവരെന്താ പറഞ്ഞിരുന്നത്? അവർ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല എന്ന്. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എൻ്റെ മറുപടി കേട്ടു നോക്ക്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് അന്ന് ഒപ്പുവെച്ചത്, ആരോടും പറയാതെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പം 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. ഈ പണം ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GST-യുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GST-യുടെ പകുതി, ഇവിടുന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്.
അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. ഇനി വേറെ വിഷയം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ വല്ല വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തും. ആദ്യം ആര് ചോദിക്കണമെന്നൊരു ധാരണ എത്ത്. ചോദിച്ചവരെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിൻ്റെ ഒരു ഇതാണ്. നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് ഞാനല്ല വെയിറ്റ് ഞാൻ സംസാരിക്കുക. അങ്ങ് സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പാടില്ല. നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാന്ന് ഞാൻ പറയില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ, ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കണം?